ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ദിവസേനയുള്ള റേഷൻ അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ നവംബർ 23 തിങ്കളാഴ്ച ദിവസത്തെ റേഷൻ വിതരണം എങ്ങനെയാണ് എന്നാണ് ഈ വീഡിയോയിൽ ഞാൻ വ്യക്തമാക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെല്ലൈക്കണും എനേബിൾ ചെയ്ത് വെക്കുക. അപ്പം നാളെ നവംബർ 23 തിങ്കളാഴ്ച ദിവസത്തെ റേഷൻ വിതരണം, നവംബർ മാസത്തെ എല്ലാ ഭക്ഷ്യ സാധനങ്ങളുടെയും വിതരണം സജീവമായിട്ട് പുരോഗമിക്കുന്നു. അതോടൊപ്പം ഒക്ടോബർ മാസത്തെ കിറ്റ് വാങ്ങാൻ ബാക്കിയുള്ള ആളുകൾക്ക് നാളെ റേഷൻ കടയിൽ ചെന്നാൽ മിക്ക റേഷൻ കടകളിൽ നിന്നും കിറ്റ് ലഭിക്കുന്നതാണ് എന്നുള്ള അറിയിപ്പ് റേഷൻ കടക്കാരിൽ നിന്ന് ARDകളിൽ നിന്നും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നവംബർ മാസത്തെ ഭക്ഷ്യ കിറ്റിന്റെ വിതരണം ആരംഭിച്ചിട്ടുണ്ട്. മഞ്ഞ കാർഡുകാർക്കാണ് ഇപ്പോൾ കിറ്റ് വാങ്ങാനുള്ള അവസരം. തിങ്കളാഴ്ച മഞ്ഞ കാർഡുകാർക്കുള്ള കിറ്റ് വിതരണം ഉണ്ടാകും. അതിന്റെ ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് നിങ്ങളുടെ റേഷൻ കടയിൽ കിറ്റ് സ്റ്റോക്ക് എത്തിയിട്ടുണ്ടോ ഇല്ലേ എന്ന് നിങ്ങൾ അന്വേഷിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ റേഷൻ കടയിൽ വിളിച്ച് അന്വേഷിച്ചതിന് ശേഷം മാത്രം കിറ്റ് വാങ്ങാൻ പോവുക. കാരണം കിറ്റ് വാങ്ങാൻ മറ്റു തടസ്സങ്ങളൊന്നുമില്ല. റേഷൻ കടയിൽ കിറ്റ് എത്തിയിട്ടില്ല എന്നുള്ള തടസ്സം മാത്രമേ ഉള്ളൂ. കാർഡ് നോക്കിയിട്ട് നമ്പർ ഒന്നും നോക്കണ്ട, കാർഡ് ഏതാണോ അതിനനുസരിച്ചായിരിക്കും വിതരണം. 23-ാം തീയതിക്ക് ശേഷമാണ് പിങ്ക് കളർ കാർഡുകാർക്കുള്ള വിതരണം ആരംഭിക്കുന്നത്. അപ്പോഴും നമ്പർ നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ പിങ്ക് കളർ കാർഡാണെങ്കിൽ ആ കാർഡ് കൊണ്ട് ചെന്നാൽ നിങ്ങൾക്ക് കിറ്റ് കിട്ടും, നിങ്ങളുടെ റേഷൻ കടയിൽ കിറ്റ് ഉണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും റേഷൻ കടക്കാരന്റെ നമ്പർ സംഘടിപ്പിച്ചു വെക്കുക. നിങ്ങളുടെ റേഷൻ കടയിൽ കിറ്റ് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് എന്നറിഞ്ഞാൽ നിങ്ങൾക്ക് പോയിട്ട് കിറ്റ് കൈപ്പറ്റാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നാളത്തെ റേഷൻ വിതരണത്തെ കുറിച്ചിട്ട് പറയാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിരുന്നു. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ ഉണ്ട്, നമുക്ക് വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ.